സംഘർഷത്തിൽ മുങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും കോൺഗ്രസ് വിമതരും അടങ്ങുന്ന സംഘമാണിപ്പോൾ കടുത്ത ചേരിതിരിവിലേക്കും സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോയിരിക്കുന്നത്. സംഘർഷം തെരുവിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. തെരുവിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. CPM നേതാക്കളും പോർവിളികളുമായി മറുവശത്ത് ഉണ്ട്. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്. ഇരു ഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ സംഘർഷം വഴിമാറുന്നു കയ്യാങ്കളിയിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, മണിക്കൂറുകളായി ഇങ്ങനെ സംഘർഷം മുന്നോട്ട് നീങ്ങുന്നു. പോലീസിന്റെ ഇടപെടൽ എങ്ങനെ? നേതാക്കളെ അന്വയിപ്പിക്കാൻ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ എത്തുന്നുണ്ടോ? എന്താണ് സ്ഥിതി? സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവും വരുന്നില്ല എന്നതാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. നേരെതിരായി CPMന്റെ പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു റോഡിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി ഉണ്ടെന്നും കർത്തവുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് കാര്യമായി തന്നെ ഒന്നും നടന്നിട്ടില്ല ഈ പ്രശ്നങ്ങൾ കാരണം എന്നതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഇതിനകം തന്നെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. മറുഭാഗത്ത് CPM ആകട്ടെ CPM അതുപോലെ ഈ വിമത സംഘടന നിലവിൽ ഭരണസമിതി ഭരിക്കുന്നവരും പറയുന്നത് കോൺഗ്രസ് ഇത്തവണ ഈ ഭരണം പിടിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നിരവധി കള്ളവോട്ടുകൾ ചേർത്തു അങ്ങനെയുള്ള ആളുകളെ വോട്ട് ചെയ്യുന്നതിനായി കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ് വോട്ടർമാരെ തടഞ്ഞത് എന്നതാണ്. അത് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ഒരവസ്ഥ എറിയും കുറഞ്ഞും സംഘർഷം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നേരിയ അയവുണ്ടെങ്കിൽ പോലും കാര്യങ്ങളൊന്നും ഒരു സ്ഥിതിഗതികൾ ശാന്തമായി എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഇടയ്ക്കിടെ വോട്ടർമാർ വരുമ്പോൾ അവരകത്തേക്ക് പണത്തുണ്ടാക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലൂടെ അകത്തേക്ക് പോകേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ തന്നെ തർക്കങ്ങൾ പലതായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ മുതൽ ഈ മണിക്കൂർ ഈ ഒരു നിമിഷം വരെ പൂർണ്ണമായും സംഘർഷത്തിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു എന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് വോട്ടിംഗ് കാര്യമായി തന്നെ നടന്നിട്ടില്ല. ഏകദേശം ഒരു 4 മണിയോടുകൂടി വോട്ടിംഗൊക്കെ അവസാനിച്ച് പിന്നീട് കൗണ്ടിങ്ങിലേക്ക് പോകും എന്നൊക്കെയാണ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ്. നേതാക്കന്മാരൊക്കെ വന്ന് സ്ഥലത്തുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥക്ക് പൂർണ്ണമായും അയവ് വരുത്താൻ കഴിയുന്നില്ല എന്നതാണ്. നേരത്തെ സത്യന്റെ MLA-യും അതുപോലെ അതിന്റെ നിന്നുള്ള CPM മുതിർന്ന നേതാക്കളൊക്കെ സ്ഥലത്തേക്ക് വന്നിരുന്നു. അവരിൽ പലരും ഇവിടെ തുടരുന്നുണ്ട് എന്നത് കൂടിയാണ്. പോലീസുമായി സംഘർഷത്തിലേക്ക് പോകരുത്, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് CPM പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. വിഭാഗത്തെ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് CPM-ന് വേണ്ടി പോലീസുകാർ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. CPM പ്രവർത്തകർ പറയുന്നത് പ്രകാരം കോൺഗ്രസ് അനുകൂല ബൂത്തുകളൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരാക്ഷേപം കോൺഗ്രസും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് റേഷൻ വിതരണം ചെയ്യുന്നതുമായും പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടതാണ്. APCC അധ്യക്ഷൻ നേരിട്ട് വന്ന കോൺഗ്രസ് പാലനു വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. ആ പ്രചാരണ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരു പ്രസംഗം. ആ പ്രസംഗത്തിലെ വാക്കുകൾ വലിയ രീതിയിൽ വിവാദമാവുകയും CPM ഏറ്റെടുത്ത് അതിനെതിരെ CPM ഇന്നത്തെ പാലനിൽ ഏറ്റെടുത്ത് അതിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ സംഘർഷം അഴിച്ചുവിടും എന്നൊരു സംശയമൊക്കെയാണ്, ആക്ഷേപമാണ്, ആരോപണമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. കോൺഗ്രസ് ആകട്ടെ അവർ പറയുന്നത് CPM-ആണ് പ്രശ്നങ്ങൾക്ക് അവർ പിന്തുണ നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ്. ഇത്തവണ ഇന്നത്തെ പാനലിന് ഭരണം നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ തെളിയിക്കാതെ തെരഞ്ഞെടുപ്പ് രീതി പ്രക്രിയ അട്ടിമറിച്ച് അത് ഉന്നതർക്ക് തന്നെ ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഞാനിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ മെഡിക്കൽ കോളേജ് ACP ഉണ്ട്, ടൗൺ ACP ഉണ്ട്, കാർക്കോട്ട് ACP അങ്ങനെ 4-5 അസിസ്റ്റന്റ് കമ്മീഷണർമാരൊക്കെ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ട്. അവരൊക്കെ വന്നുകൊണ്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദീകരിച്ചതുപോലെ തന്നെ സംഘർഷം വലിയ കയ്യാങ്കളിയിലേക്കൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. കല്ലേറ് ഉണ്ടായി. വോട്ടർമാരുമായി എത്തി വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായത്. ഇപ്പോൾ കോൺഗ്രസ് ഒടുവിൽ ആവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്.